നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം നമ്മെ കാത്തിരിക്കുന്നത് ഫുട്ബോളിൻ്റെ പൂരമാണ്. ഇപ്പം ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലുമായിട്ട് കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഉണ്ട്. അത് കഴിഞ്ഞാലുടൻ നമ്മുടെ മുന്നിലേക്ക് ഒളിമ്പിക്സ് എത്തുകയാണ്. ഒളിമ്പിക് ഫുട്ബോളിൽ മെസ്സി കളിക്കുമോ ഇല്ലയോ എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ TYC സ്പോർട്സ് അടക്കമുള്ള അർജന്റീൻ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു ഫൈനൽ തീരുമാനം ഇനിയും വരാനിരിക്കുന്നു. അങ്ങനെ മെസ്സിയെപ്പോലുള്ള മഹാരഥന്മാർ ബൂട്ടുകെട്ടാനിടയുള്ള ഒരു ഒളിമ്പിക്സാണ് വരാൻ പോകുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടായിരിക്കും ആ മത്സരങ്ങൾ നടക്കുക. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രൂപ്പ് നിർണയം കഴിഞ്ഞു. അതിൻ്റെ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് വരുന്നത് എന്നൊന്ന് പരിശോധിക്കുകയാണ്. വമ്പന്മാർ കളിക്കുന്നുണ്ട്. ഫ്രാൻസ് ഉണ്ട്, അർജൻറ്റീനയുണ്ട്, സ്പെയിനുണ്ട്, ഈജിപ്തുണ്ട്, പരാഗ്വേയുണ്ട്, അപ്പം മൊറോക്കോയുണ്ട്. ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഉൾപ്പെടുകയാണ്. ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പിൽ? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കോണ്ടിനെൻറ്റിലുള്ള ടീമുകളും തീരുമാനമായി കഴിഞ്ഞു. AFCയിൽ നിന്നുള്ള ടീമുകൾ ഇനിയും വരേണ്ടതുണ്ട്. അത് പക്ഷേ ആ ക്വാളിഫയർ നമ്പർ 1, 2 എന്ന രൂപത്തിൽ നമുക്ക് പറഞ്ഞു പോകാം. ഇപ്പം ഗ്രൂപ്പ് എയിൽ വരുന്നത് ഫ്രാൻസും USA-യും പിന്നെ AFC CAF പ്ലേ ഓഫിലെ വിജയികളും ന്യൂസിലൻഡുമായിരിക്കും. അപ്പം USA-യും ഫ്രാൻസും ഒരു ഗ്രൂപ്പിൽ വരുന്നു. അതോടൊപ്പം ഗ്രൂപ്പ് ബിയിൽ അർജൻറ്റീന, മൊറോക്കോ, പിന്നെ ഏഷ്യയിൽ നിന്നുള്ള ക്വാളിഫയറിൽ വരുന്ന മൂന്നാമത്തെ ടീം AFC ക്വാളിഫയർ 3യിൽ നിന്ന് വരുന്ന ടീം, ഒപ്പം യുക്രൈൻ. ഇതാണ് ഗ്രൂപ്പ് ബിയിലെ ടീമുകൾ. അപ്പോൾ അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് മൊറോക്കോ വരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് സിയിൽ AFC ക്വാളിഫയർ 2ൽ നിന്നുള്ള ടീം, പിന്നെ സ്പെയിന്, ഈജിപ്റ്റ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്. അതാണ് ഗ്രൂപ്പ് സി എങ്കിൽ ഗ്രൂപ്പ് ഡിയിൽ AFC ക്വാളിഫയർ 1ലെ ടീം, പിന്നെ പരാഗ്വായ്, മാലി, ഇസ്രയേൽ. ഇതാണ് 2024 ഒളിമ്പിക്സ് മെൻസ് ഫുട്ബോൾ ഗ്രൂപ്പുകൾ. ഏതായാലും കടുത്ത പോരാട്ടങ്ങൾക്ക് വേദിയാകും ഇത്തവണ ഒളിമ്പിക്സ് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.